ല്ലേ ഓൻ വിളിച്ചിട്ട് പറയും പെണ്ണിനും കൂട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരാണ്? ഓ നമ്മളെ ഓക്കെ. ഞാൻ അപ്പൊ നിനക്കറിയോ നിന്നോട് പറഞ്ഞാ വന്നോട്ടല്ലേ വന്നിച്ച് എവിടെ നിപ്പിക്കാ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഇവിടെ സ്ഥലത്തിന്റെ ഒന്നും ഇല്ലാത്തോണ്ട് നല്ല സ്ഥലം. ആ റാമ്പോ നാട്ടിൽ പോയി നമുക്ക് ഓൻ്റെ റൂമിൽ എത്തിയാ മതിയാ. എടാ ഒരു ചരക്ക് അറിയാണ്ട് പറഞ്ഞു വെൽക്കം സോങ്ങിലിട്ട് വിളിക്കാം. ആടിയും ബുള്ളറ്റും കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു പോയി വരും. അപ്പൊ എന്നെ കണ്ട വരാൻ പറയാ എൻട്രി സോങ്. ഹലോ ആ പറ എങ്ങോട്ട് കഴിഞ്ഞിന്ന് എടാ കേക്കുന്നില്ല ഒച്ചത്ത് പറയല്ല പറയൂ തെറിയ വാതിലോർക്കാനാ ഏത് വാതിലാ വാതിലോർക്കാൻ പറയുന്ന എൻട്രി സോങ് കൊണ്ടേ എന്ത് എൻട്രി സോങ് എടുത്തിട്ടുണ്ട് എടാ ഇത് നമുക്ക് പൊല്ലാപ്പാവോ? ഇല്ല വെൽക്കം അതൊരു കാര്യം പറഞ്ഞ ഓവർ ആയിട്ടൊന്നും അടുപ്പിക്കാൻ നിൽക്കണ്ട. ഇതിന്റെ മുമ്പ് 2-3 പെണ്ണുങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സാരമില്ല. അപ്പൊ അവസാനം നമ്മളെ തലമേലായിട്ടേ ഉള്ളൂ. ഏതാ വെക്കുന്നേ? ഞാൻ വെച്ചോളൂ ഞാൻ കൂട്ടിട്ടാ. ഇപ്പൊ എങ്ങനെ കൂട്ടുണ്ട്? ചരക്ക് വരുന്നുണ്ട് മോനെ. ഒരു മിനിറ്റ് എന്തെങ്കിലും ചെയ്യും. എടാ പുറത്താള്ള എനിക്ക് പാട്ടിലിട്ട് ഒരു മിനിറ്റ്. എവിടെ ഇവിടെ കാണുന്നില്ല. ഇത് മാർവാടിയാണല്ലേ. ഒരു മിനിറ്റ് ഇങ്ങോട്ട് കൂട്ടി ഞാനെന്താ ചോദിക്കുന്നേ? ജാൻമണിന്റെ അറിയില്ല നമ്മളെ മറ്റേ പുൽച്ചാടി മുക്കിന്റെ ആണെന്നൊക്കെ അറിയില്ല. കൂടി ഞാൻ കണ്ടിട്ടില്ലേ? പരിചയപ്പെടുത്തി കൊടുക്കാൻ ഓനൊന്നും അങ്ങോട്ടേക്ക് ആക്കിയാ ഇവരോടെന്താ പറഞ്ഞല്ല ഇരുത്തിക്കണ്ടേ? അറിയില്ല, ഞാൻ ഇന്നലെ കണ്ടിട്ടുള്ളൂ. പെണ്ണാണെന്നോ ജസ്റ്റ് തൊട്ടോ അറിയില്ല. ലാസ്റ്റ് കൊലയെടുത്ത് കൊടുത്തിടുവേ. അതുകൊണ്ട് പെണ്ണാന്ന് ഞാൻ ഉറപ്പിച്ചിട്ട് നിങ്ങൾക്ക് തരാം. ഞാൻ ഇന്നലെ പെണ്ണാന്ന് ഉറപ്പിച്ചിട്ട് തരാം. സുശീലനെയും അല്ല ഞാൻ പറഞ്ഞേക്ക് കഥാകൃത്തിന്റെ ലുക്ക് ഉണ്ട്. ഞാൻ ഇന്നലെ LP സ്കൂളിൽ മീൻ വാങ്ങാൻ പോയി. അപ്പൊ ഓൾ എന്നെ കണ്ട പറഞ്ഞേ ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞില്ല. ഞാൻ തന്നെ കുറെ കാലമായാലും ഒന്നിനെ കിട്ടാൻ വേണ്ടി നടക്കണം. ആക്രാന്തം കാണിക്കല് ജാസ്. ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ഇതൊന്നും സെറ്റ് ചെയ്യല്ലേ. നിക്ക് അത് നീ മനസ്സിലാക്കി. ഫിലിപ്പ് ഒരു മിനിറ്റ് നീ ഒന്ന് ഇത് ആ സ്കൂട്ടർ ഒന്ന് എടുത്തു. ഒന്ന് ഒരു വെൽക്കം ഡ്രിങ്ക് മേടിച്ചിട്ടോ. ഒന്ന് വെൽക്കം ഡ്രിങ്ക് മേടിച്ചിട്ടോ. ഒന്ന് മേടിച്ചിട്ടോ. ടാങ്കർ ലോറി എന്തെങ്കിലും മേടിച്ചിട്ടോ. ഞാൻ പറയുന്നേക്ക്. നാളെ രാവിലെ കൊടൈക്കനാലിലേക്ക് പോകുമ്പോൾ തോർത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഗെറ്റ് റെഡി വിത്ത് മീ ആണോ ഇത്?
ഇത് അയ്യോ വെളിച്ചെടുക്കല്ലേ അത് വിളിച്ചല്ലോ നമുക്ക് മറ്റേതാണ് അല്ലടാ അത് ഞങ്ങൾക്ക് തണുപ്പ് വരുമ്പോ ആ മീൻ പൊരിക്കാനാ നിങ്ങളുടെ മീൻ പൊരിക്കണം ഞങ്ങൾ പ്ലാൻ ചെയ്ത് കൊടൈക്കനാൽ ഞങ്ങൾ മീൻ പൊരിച്ച് പൊരിക്കാൻ വേണ്ടി നിങ്ങൾക്കൊന്നും മാനേഴ്സ് ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കുണ്ടി പൊളിയാ അതുകൊണ്ട് മാറി. ഇതെന്താ ഇങ്ങനത്തെ സംസാരിക്കുന്നത് എന്താ ഞാൻ ചാറ്റിനെ പരിചയപ്പെടുത്തി കൊടുക്കട്ടെ എന്താണ് പേര്? തൊടല്ലേ മേത്തോടെ പേര് സരസു എവിടെ വീട്? സരസ് തുണ്ടക്കപ്പാറ തുണ്ടൊക്കെ തുണ്ട് കാണാറുണ്ടോ? എന്താണ് എന്താണ് മാനേഴ്സ് ഇല്ലാതെ സംസാരിക്കുന്നത്? ഇത് ലൈവാണോ? ലൈവ് ലൈൻ ഉണ്ടോ? എന്താ ലൈൻ ഉണ്ട്? എന്താ ഈ എലിമോറിനെ ഏതാടാ ഇവിടെ ചെയ്യട്ടെ പ്ലീസ്. എന്നെ കാണുമോ? ക്യാമറയെ കാണുമോ? ഇല്ല ഇത് നമുക്ക് reflect ഇല്ല. ഇത് ഞാൻ മാറ്റി വെച്ചോട്ടെ. ഉയ്യ്, എന്റെ അമ്മ കാണും. ഇല്ല കാണൂല. ഇല്ല അമ്മ കാണൂല. ഇത് പ്രൈവറ്റ് ഓൺലി ഫാൻസാ. ഒരു മിനിറ്റ്. ഇത് ഒന്നും ഇത് അവിടെ മാറ്റി വെക്കാം. ഇല്ല, ഇതെന്റെ നെയ്യും പൊളിച്ചുണ്ടിയാണ്. അതെന്തിനാ? അത് നമുക്ക് മീൻ പൊരിക്കാനടാ ആ മീനും എലിയലും പൊരിക്കാൻ വേണ്ടിട്ടാ. ഇത് തൽക്കാലം ഒന്ന് മാറ്റി വെച്ചൂടെ? മറ്റേ പറയണ്ടേ ഇവർക്കൊന്നും വലിയ വരുമാനമല്ല എന്നെ പിടിക്കുന്ന. ഇയാളൊരു ഞാൻ തന്നെ അനഞ്ഞു തിരിഞ്ഞ് ഒന്നിനെ കിട്ടിയതോടാ. വളക്കല്ലേ എന്റെ വീട്ടിലേക്ക് വരുന്നല്ലേ? ഞാൻ കെയർ ചെയ്തോളൂ. അങ്ങോട്ടേക്ക് ജാസിന് ഇഷ്ടമല്ല. ജാസി മാറി. ജാസിന് ഇഷ്ടമല്ല. അതെ അതെ ഞാൻ ഓക്കെ അല്ല. താങ്കൾ ഓക്കെയാ? ഞാനൊന്ന് ട്രൈ ചെയ്തപ്പോ ഇതല്ലേ അവസ്ഥ. ചകളടിച്ചു സോറി, തട്ടല്ലേ പ്ലീസ്. അതല്ല ഇത് സാരി കാണുന്നുണ്ടാവോ? ആരും കാണും. ഇതൊരു ഓൺലി പ്രൈവറ്റ്. ഞാനും എന്റെ മാമനും ഒളിച്ചോടി വന്നതാണ്. മാമനല്ല, സോറി, മനുവേട്ടൻ. മനുവേട്ടൻ എന്ത് ഇഷ്ടപ്പെടാൻ കാരണം? മനുവേട്ടൻ എനിക്ക് പണ്ടേ ഇഷ്ടം. കാരണം നമുക്ക് പാലാരോട്ടമുള്ള ഒരു പരിചയ. ഞങ്ങള് ഇവിടെ ഐ.ടി.യിൽ വർക്ക് ചെയ്യുന്നു. പാർക്കില് IT ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. അല്ല ഓള് അവിടെ എന്താ തൂക്കല അടിച്ചു വരല IT അല്ല, കമ്പ്യൂട്ടർ മെക്കാനിക് ആണോ? ഒരു മിനിറ്റ് ഇത് മാറ്റിക്കൂടെ? അയ്യോ, ഇത് മാറ്റിക്കൂടെ? ഒരു മിനിറ്റ്. ഇല്ല, ഇത് മാറ്റട്ടെ. എന്റെ ഇതാ ഡ്രസ് കുഴപ്പമില്ല. ഇത് ആരും ഒന്നും എടുക്കൂല. ഞാൻ ഒന്ന് മാറ്റി വെക്കാം. ഇത് പുറത്തെടുക്കൂല. ആൾക്കാർക്ക് ഒന്ന് ഓടലോടെ കാണട്ടെ. മനുവങ്ങളെ, എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ മനുവങ്ങളെ മനുവേട്ടൻ്റെ കൊടുത്തു. മനുവേട്ടൻ്റെ കൊടുത്തു. അയ്യോ, ഇതൊന്നും വീണ് പോന്ന. അയ്യോ, സോറി. പടം കാണിക്കല്ലേ? ഇല്ല പടം ഉണ്ടോ? ഇതെന്താ ഇവിടെ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ എന്താണ് ഈ തേനിമ്മ ഈച്ച പൊളിച്ച് മരുന്ന് മാറിക്കടോ? സരസ് പറയട്ടെ. എനിക്കൊരു സരസോളൂ. അതാ അന്ന മനുവങ്ങൾ അങ്ങനെ വിളിക്കല്. ഞാൻ ചക്കരിയല്ലേ? വേണ്ട ആൾക്കാരെ നിൽക്കുന്ന കാണുന്നില്ലേ? ഇവൻ കുഴപ്പമില്ല. പക്ഷെ ഇവന്റെ ആരാണ് എന്റെ കൂട്ടുകാരനല്ലടാ. പോലെ കാണണം. പെങ്ങളെ പോലെ തന്നെ ഞാൻ കാണുന്നു. സരസ്വതി വിളിച്ചൂടെ? നിന്നെ ഞാനന്ന് ഓയോ റൂമിൽ കണ്ടീനല്ലോ. കാര്യങ്ങളൊക്കെ പറയുമ്പോ എന്താണ് ഒരു ഗസ്റ്റിനെ റെസ്പെക്ട്? ഗസ്റ്റിനെ റെസ്പെക്ട്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിട്ട് അല്ല ഇത് പുറയിലിടാൻ മിണ്ടാണ്ടിക്കടോ. താനൊക്കെ ഒരു പെൺപിള്ളേരെ കണ്ടിട്ടില്ലേ? എത്ര പെൺപിള്ളേരാ ഇവിടെ ഉള്ളത്? ഒരു പെൺപിള്ളേർ നിങ്ങളെ വീട്ടിൽ വന്നീ പങ്കന്മാറൊന്നുമില്ലേ? നിങ്ങൾ ഇവിടെ കളിക്കണേ? ഞാൻ നിങ്ങളെ വിളിച്ചോണ്ട് എന്റെ കൂടെ ഞാനും എന്റെ മനുച്ചേട്ടനും കൂടിയിട്ട് ഇവിടെ വന്നതാ. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്നോട് ബിഹേവിയർ ചെയ്യുന്നോ? അത് എനിക്ക് ശരിയല്ല. സ്ക്രൂ ഡ്രൈവർ അല്ല, ബിഹേവിയർ. ഞാൻ ആളുകളായിട്ട് ഇങ്ങനെ അടുത്ത് സംസാരിക്കരുത്. എനിക്ക് ഇഷ്ടമല്ലേ? ചേട്ടാ ബേബി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഫ്രണ്ട്സിനെ എനിക്ക് ഇത് തീരെ ഇഷ്ടമാണല്ലോ ബേബി.
തമാശ പറഞ്ഞതാ. എന്ത് ഈ ടാങ്കർ ലോറിയെ ബേബി എന്ന് വിളിക്കുന്നത് എന്താ പ്രശ്നം? ഞാനൊന്നും ചെയ്തില്ലല്ലോ, ബേബി ഇങ്ങോട്ട് സാരമില്ല. ഞാനൊന്നും ചെയ്തില്ലല്ലോ. ടോക്സിക് ആണെന്ന് അറിയാലോ. എനിക്കൊരു കിസ് തന്നാലേ എന്റെ വിഷമം മാറും. ഫ്രഞ്ച് കിസ്സെല്ലാം ചെയ്യുന്നത് അത് ഞങ്ങളെ അതെന്താ? ബേബി ഒരാൾ ഇഷ്ടത്തിലാണെങ്കിൽ, ഈ വീട്ടിലൊന്നും പറ്റൂല കേട്ടാ. ഇവിടെ ഇങ്ങനത്തെ കാര്യമൊന്നും പറ്റൂല. ഇവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നതാ. ഞാനൊരു ഇത്രയും ആൾക്കാർ ഇവനെ ആരെ കിട്ടിയാലും കുഴപ്പമില്ലാന്ന്. ഇല്ലെങ്കിൽ ഇതിനൊക്കെ ആരെങ്കിലും കിട്ടിയെടുത്ത് കൊണ്ടുവരും. നീ എന്തിനാ വെറുതെ ഇങ്ങനത്തെ ഓരോന്നിനൊക്കെ കൊണ്ടുവരും? സുന്ദരനാട്ടോ, കണ്ടിട്ടുള്ളൂ. ഇവിടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. എന്റെ മാമിന് ഇഷ്ടപ്പെട്ടോ? ഞാൻ പലാരിവട്ടത്ത് വെച്ച് കണ്ടതാണ് ഇൻഫോർമാർക്കിന്റെ അവിടെ. ഞാൻ ഡെയിലി അവിടെ രാത്രി അല്ല അവിടെ തട്ടുകടയിൽ ദോശ കഴിക്കാൻ വരും. അല്ല ദോശ എന്തിനാ കഴിക്കുന്ന ചേട്ടൻ അറിയില്ല. ചേട്ടൻ ഒരു അങ്ങനെ വേണ്ട. എന്റെ പിടിക്കില്ല പൊത്തണ്ട എന്താ കോയിന് പൊത്തണ്ട മോനെ. ഞങ്ങളും സംസാരിക്കട്ടെ. ചേട്ടാ ഞങ്ങൾക്ക് കൊടൈക്കനാൽ പോയാൽ എന്റെ ഇത് നഷ്ടപ്പെടും. നിങ്ങൾ എന്താണ് ഇവരെ അകലത്ത് നിൽക്കാത്തത്? ഇവന് കുഴപ്പമില്ല. ചേട്ടാ ചേട്ടാ ഇവൻ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ ഞാൻ അനിയന്റെ സ്ഥാനത്താണ് കേട്ടോ താങ്കളെ കാണുന്നത്. സ്ഥാനത്ത് കണ്ടാ മതി. ഇല്ല വേണ്ട, കുറച്ച് അകന്ന് നിന്നോ. എനിക്ക് കുറച്ച് ഡിസ്റ്റർബ് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ്. പ്ലീസ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതെന്താ സംഭവം? ഇതൊക്കെ മറച്ചു വെച്ചാ ഈ ലൈവിൽ ഇതൊരു കാണിക്കാൻ പറ്റൂല. മറച്ചു വെക്കാൻ പറ ആൾക്കാർ മുമ്പില്. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ് ബേബി. അയ്യോ മെനി 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 ഹാപ്പി റിട്ടേൺ ഓഫ് ദി ഡേ. ഞാൻ പറഞ്ഞില്ല ഇനി നമ്മള് സിംഗപ്പൂര് പോകുമ്പോ ഞാൻ ബേബിക്ക്. സിംഗപ്പൂർ വേണ്ട, എനിക്ക് മലേഷ്യ മതി. കാരണം അവിടെ ഖജനാവ് പോലെ നമുക്ക് വാർണിക്കാം. ഓക്കെ ഞാൻ എന്റെ മാനേജറെ വിളിച്ച് പറയാം. ഞങ്ങളുടെ കല്യാണം എപ്പാണ് ചക്കരെ? കല്യാണം കഴിക്കണം നമുക്ക്. വേണ്ടേ ലിവിന്റെ കഥ എഴുതിയോ? നമുക്കൊന്ന് കളിച്ചാലോ? അതല്ല, ഇവിടെ ചലഞ്ച് ഉണ്ട്, ഫുള്ള് ഗെയിംസ്. ഞാൻ അറേഞ്ച് ചെയ്താ. ഞാനല്ല ജാസി. എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് അല്ല ഞാൻ ഇവരൊക്കെ പരിചയപ്പെടും. ഇത് കളിക്കുന്നോണ്ട് കുഴപ്പമില്ല. ഞാനത് നിർത്തിയതാ. അതല്ല നമ്മള് ചലഞ്ച് നിർത്തിയതാണ്. നമ്മൾ പണ്ടൊരു കളി കളിച്ചിട്ടുണ്ടല്ലോ. എന്ത് കളി കളിച്ചേ? കുട്ടീനെ പിടിക്കോ ബേബി. കുട്ടീനെ കരയുന്നുട്ടോ. എത്ര വർഷമായി റിലേഷൻഷിപ്പ്? നമ്മൾ ഈ ഫീൽഡിൽ എത്ര വർഷമായി? ഫീൽഡിലാണെങ്കിൽ ഞാനും വത്സലയും കുറയായി. വത്സല ലൈല എന്ന് പറഞ്ഞ ചെറിയൊരു പെണ്ണുണ്ട്. അവൾ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് IT കമ്പനിയിൽ. അവള് എന്ത് വർക്ക്? അതായത് സ്ഥലത്ത് ഫീൽഡിലല്ല. അങ്ങനെ പോ മോനെ. ഇതാരാണ്? ഈ വീടിന്റെ ഓണർ ഞാനാടോ. ബിഹേവിയറാണ് ഈ ചേട്ടൻ ചെയ്യുന്നത്. ഇത് മമ്മു എന്ന് പറഞ്ഞൊരു മപ്പാസ് കൊറേ നേരം പൊട്ടുന്നു. അതില് അത് ഈ ചാനൽ അടിച്ചു യൂട്യൂബ് സുക്കർബർഗിനെ എടുത്ത് കൊണ്ടോട്. എന്തെങ്കിലും ജോയാലുക്കാസ് എടുത്ത് കൊണ്ടോട്. കുറെ ചാണം വരലൊന്നും പറയല. എനിക്കറിയാടാ. വരാട്ടോ അങ്ങനെയല്ലേ ഒരു ആ ചേട്ടാ. എനിക്കൊന്നും ഇഷ്ടമല്ല. ഏതാ നീ അർജുൻ റെഡ്ഡി? ഒന്ന് പോയേ. ഇതെന്ത് സംസാരിക്കാനും വിടും. വയറ്റിൽ അങ്ങനല്ല. വയറ്റിലുണ്ടോന്ന് വെച്ചതാ. നിങ്ങൾ കല്യാണം കഴിച്ചതല്ലേ? അല്ല ചേട്ടാ എനിക്ക് പേടി എന്താണെന്നറിയോ? വയറ്റിൽ പോയിട്ട് വയറ്റിലാക്കോ? ഞാൻ അങ്ങനെ ചെയ്യൂല. എനിക്ക് അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അണ്ടിയില്ല. എന്റെ ഒരു ഫ്രണ്ട് എന്നുള്ള നീല ഞാൻ ഇന്നോടൊന്നും പറയാണ്ടിരിക്കുന്നത്. എന്താ നിന്റെ ഉദ്ദേശം? ഇല്ല ഞാൻ സംസാരിക്കുന്ന ഞാൻ ചാറ്റ് സരസുവിനെ ചാറ്റ് കൃത്യമായിട്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. ഞാനൊന്ന് പരിചയപ്പെട്ടോട്ടെ. അല്ല ബേബി കുട്ട ഞാൻ ഇവിടെ പരിചയപ്പെട്ടോടെ. ഐ ലവ് യു കിസ് അത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഫ്രഞ്ച് വരുന്നത്. മൂഡ് നോക്കണത്. അയ്യോ മണിക്കുട്ടാ പോ. എന്തിനാ നീ കരടിയിലും കിട്ടുന്നു? അധികം പൈസ ഒരു ദിവസം കടം വീട്ടാൻ വേണ്ടി കുറച്ച് ഓവറാ ബേബി. അറിയാലോ എന്നെ കുറിച്ച്.
അന്നെ ഭയങ്കര അല്ല ഇങ്ങനെ തൊടല്ലേ എന്റെ ശരീരത്തിൽ ഇങ്ങനെ ഓൾറെഡി 2000 ആൾക്കാർ തൊട്ടു ഡോക്ടർ എനിക്കൊരു അസുഖമുണ്ട് ബിലാബില എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതിന് മരുന്നില്ലേ ഇന്ത്യയിൽ? മരുന്നിൽ എല്ലാരും തൊട്ടു നോക്കാന്ന്. ബിലാബില കുറവുണ്ട് ഇപ്പൊ. ബിലാലില്ല ഞാൻ തീർത്തോണ്ട് നിനക്ക് തൊടാൻ കൈ ഉണ്ടായിന്. അല്ല ചേട്ടാ ഞാൻ ശരിക്കും പരിചയപ്പെടട്ടെ. ഇതാണ് യൂട്യൂബ് ചാനലിലെ. ഇത് ആരാണ്? ഇതാരാണെന്ന് വെച്ചാല് ഒരു അവരാധിച്ചെന്റെ ചാനലാണ്. മൈ ബിഗ് ഫാൻ ബ്രോ. മമ്മു എന്ന് പറയുന്ന അർജുൻ റെഡ്ഡിയോടൊന്നും കൂടെ അപ്പിട്ട് നടക്കുന്ന അവൻ തന്നെ. അവൻ തന്നെ ആ ഷഡ്ഡിയൊക്കെ ഇട്ട് പണ്ട് അവന്റെ ചാനലിലോ അവനെവിടെ? അവനിവിടെ ഇല്ല. അവൻ നീ എന്റെ ഫാനല്ലേ? നമുക്ക് ഇവിടെ കുറച്ച് ചലഞ്ചും കളിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കളിച്ചിട്ട് ഫണ്ണാക്കിയാലോ? നമുക്ക് എന്റെ ചേട്ടൻ വരുന്ന പാടെ എന്നോട് പറഞ്ഞിരുന്നു നമുക്ക് ചലഞ്ചും പരിപാടിയൊക്കെ ഉണ്ട് എന്ന്. ഓക്കെ എന്റെ പേര് ചോദിക്കുന്നുണ്ടോ? ഹലോ ഗസ് ഒന്ന് കൈ മാറ്റുമോ? കാരണം കുറച്ച് വലുതായത് കൊണ്ട് ഇച്ചിരി ചെറുതാക്കാൻ ഇതെന്താന്ന് പോലെ പ്ലീസ് പ്ലീസ്. ഒരു അനിയനെ പോലെ ഞാൻ സത്യം പറഞ്ഞു നിങ്ങളൊക്കെ ഞാൻ ഒരു അനിയനെ പോലെ സ്നേഹിക്കുന്നതാണ്. അപ്പൊ അതിന്റേതായ രൂപത്തിലൊക്കെ എന്നോടൊന്ന് പരിചയപ്പെട്ടൂടെ? ഫസ്റ്റ് എന്താ പ്ലാൻ ചെയ്തേ? വന്നപാടെ എള്ളോളം തരി റീൽ എടുക്കാന്ന് പറഞ്ഞില്ല. ഹണിമൂണിന് വരാനുള്ള സ്ഥലമല്ല ഇത്. കൊറേ നേരം ഞാൻ ശ്രമിക്കുന്നു. നിങ്ങളെ റീൽ ക്ഷമിക്കണം ഒരു ദിവസം കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ കുറച്ച് സമാധാനത്തിന് വന്നതാ, ഒളിച്ചോടി വന്നതല്ലേ. മറ്റേ എള്ളോളം തരി എടുത്തിട്ട് അവൻ പോട്ടെ, ഒന്ന് കുറച്ച് സൈഡ് ആയിക്കണം. എള്ളോളം തരി ആദ്യം ജസ്റ്റ് ഒന്ന് ടൂൺ ചെയ്യാൻ വിചാരിച്ചു. ഒരു അപരാധം പിടിച്ചാൽ ഇപ്പോഴാണ് മനസ്സിലായി. ഇതൊക്കെ ഫുൾ ഫിറ്റിംഗ് ആട്ടാ, ഫുൾ ഫിറ്റിംഗ് ആണ്. ഇപ്പോഴും ഒഴിവായിക്കോ. അവിടെ പോയിരിക്കും അവിടെ എന്താണ് ചേട്ടാ ഇതൊക്കെ ഇവിടെ വെച്ച് തന്നെ വേണോ? ഒന്ന് ആന്റി ഒന്ന് ബാക്കോട്ടിരുന്നേ. ഒരു മിനിറ്റ്. അതൊക്കെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. എത്ര വയസ്സുണ്ട്? റെഡി അല്ലേ? കളിക്കാൻ റെഡി അല്ലേ? കളിക്കാൻ റെഡി അല്ലേ? കളിക്കാൻ റെഡി അല്ലേ? ഇത് നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്താണ് വെച്ചില്ലതുപോലെ. ചേട്ടാ അതൊക്കെ വെക്കാൻ കൊടൈക്കനാൽ പോകുന്നുണ്ടല്ലോ ചേട്ടാ. ഒക്കെ മറക്കും കള്ളൻ. ഇത് വീണു. ഒന്നുമില്ല. താങ്ങണ്ട എന്നെ ഇങ്ങനെ ബിഹേവിയർ ചെയ്യില്ലട്ടോ. എന്തായാലും നിങ്ങളെ വന്ന സ്ഥിതിക്ക് കുറച്ച് സർപ്രൈസുകൾ ഉണ്ട്. ഇന്ന് നമുക്ക് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇനി നമുക്കൊന്ന് എൻജോയ് ചെയ്യാം മൊത്തത്തിൽ കേട്ടാ. അപ്പൊ ആദ്യം തന്നെ ഈ പാട്ടോട് കൂടിയിട്ട് നമുക്ക് തുടങ്ങാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന് പോസാക്കോ. എന്താ ഇത് എല്ലാവരും കാണുന്നുണ്ടല്ലോ. എല്ലാവരും എനിക്ക് ഡാൻസ് ഒക്കെ കളിക്കാൻ അറിയാട്ടോ. ഞാനൊരു ഡാൻസറും കൂടെ. അത് കുഴപ്പമില്ല. കല്യാണം കഴിച്ചത് തന്നെ ഡാൻസ് കളിക്കാൻ വേണ്ടിട്ടാ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ. ചേട്ടന് ദേഷ്യം തോന്നല്ലേ? ഞാൻ ഇൻസ്റ്റയിൽ റീൽസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോ അധികം അങ്ങോട്ട് പോകണ്ട. ഇതേപോലെ ഇന്നലെ ഒരുത്തൻ പോയിട്ടാണ് ജാസി എന്നുള്ള ഒരുത്തന്റെ ചാനൽ അടക്കം പോയി. അങ്ങനെയാണോ? അത് കാരണമാണ് ഇത് മമ്മൂന്റെ ചാനൽ ഞാൻ ചെയ്യേണ്ടി വന്നത്. രണ്ടുപേരും നിങ്ങൾ മാറിക്കണോ? ഓക്കെ പൊന്നെന്തിന തനി തഞ്ചാവൂര് പട്ടെന്തിന തങ്കം തെളിയണം തിളങ്ങണ ചന്തന്തിന കാടി കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ട് പണ്ടു പണ്ട് കറക്കാടി പണ്ടുപോലെ പറക്കാടി കല്ലുമാലക്കാതിൽ കമ്മലതില്ലേലും ആരാരും കണ്ണു വച്ചു പോകും കന്നിക്കതിരാണേ. കള്ളിമുള്ളു പോലെ മുള്ളുകളല്ലേലും ആളൂരി കല്ലിയവളുടെ നുള്ളൊരു മുള്ളാണേ. എള്ളോളം തരി പൊന്നെന്തിന തനി തഞ്ചാവൂര് പട്ടെന്തിന
തങ്കം തെളിയണം തിളങ്ങണ ചന്തം നിലക്കാടി കണ്ടു കൊതിച്ചവർ ചുണ്ടും കൊണ്ടെന്നും പണ്ടുപോലെ പറക്കാടി ഇല്ല ഇല്ല ഒരു സന്തോഷല്ലേ ഇത് കാണിക്കല്ല അന്ന് മറച്ചു വെച്ച വലിയ ഉപകാരമായിരുന്നു. പിള്ളാരക്കല്ലിൽ മുത്തമിടും കിളി ഉപ്പു ചതച്ചിട്ട മാങ്ങ ചുണച്ചേ രണ്ടും ചുവന്നോളേ അനുരാഗം കടഞ്ഞോളേ വെള്ളിപ്പാദസരം കാലിലതിലേലും കിന്നാരം കിളികളിൽ വെള്ളി വെളിച്ചാണേ മുല്ലക്കേറിപ്പുത്ത വള്ളിപ്പാടം പാണോ മതി 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 പൊന്നന്തിന തനി തഞ്ചാവൂർ പട്ടന്തിന ചുഞ്ചിമ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. അപ്പൊ എന്തിനാ രണ്ടും കൂടി കെട്ടും കെട്ടിയെടുത്തിട്ട് വന്നിനാണ് ചുഞ്ചിമാ റീറ്റെയിൽ ചെയ്യാനാ? അതല്ല ഞാൻ ശരിക്കും നമ്മളെ പ്രോബ്ലം എന്താന്ന് പറയട്ടെ ചേട്ടാ. പറഞ്ഞോ. ചേട്ടൻ ഓവർ ആക്കല്ലോ പ്ലീസ്. എനിക്ക് കണ്ടല്ലോ എനിക്ക് ഭയങ്കര പഠിക്കാൻ മറന്നുപോയി ചേട്ടാ. പഠിക്കോ മീശയാണോ? മീശയാണത് അതെന്താ പെൺകുട്ടികൾക്ക് മീശയില്ല? ഇത് അങ്ങനെയില്ല കുട്ടി അതൊരു അസുഖമാണ്. തന്റെ കൂടെയൊക്കെയാണ് ഞാൻ ഒളിച്ചോടി വന്നത്. എന്റെ ലൈഫ് സത്യം എങ്ങനെയാവും? ഇവരെ താടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടല്ലേ? അതെ അല്ലേ? എങ്ങനെ ഇഷ്ടപ്പെട്ടെ? എന്നെ കാണാൻ പൃഥ്വിരാജിനെ എങ്ങനെ ഇഷ്ടപ്പെട്ടെ? ചിഞ്ചു ഇല്ല അല്ല അത് ഞാൻ ചേട്ടനോട് പറഞ്ഞിരുന്നു. പക്ഷെ ഇയാളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അല്ല അങ്ങനല്ല, നമുക്ക് ഇടയിലൊരു ഫ്രണ്ട്സ് വേണല്ലോ. ഞാൻ നിങ്ങളുടെ മിഡിൽമാൻ നടുക്ക് നിൽക്കുന്നതാണ്. അതെ 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 അതെ. എനിക്ക് വേണ്ട. അല്ല നമുക്കപ്പോ ഇത് കളിച്ചൂടെ ഇവരെ കൂടി? ഇല്ല എന്ത് കളി? അല്ല എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ഇന്ന് നമ്മൾ എന്താക്കുന്നുണ്ട്, കുറച്ച് നമുക്ക് സന്തോഷത്തോട് കൂടെ പോവാം. ഫസ്റ്റ് ഹണിമൂൺ ട്രിപ്പ് അല്ലേ? അപ്പൊ എന്റെ ഹണിമൂൺ ഇവിടെ ഇല്ല. ഹണിമൂൺ എവിടെയാ? സിംഗപ്പൂർ. ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് ഹണിമൂൺ ട്രിപ്പ് ആയതുകൊണ്ടല്ല, ഇതായതുകൊണ്ട് നമുക്ക് കുറച്ച് നോക്ക് അളിയാ, കുറച്ച് ഗെയിംസ് മെഴുകുതിരി. ഇതെന്താ മറ്റേ ഇതോ റൊമാൻസ് പാർട്ടിയോ? അതൊന്നല്ല. നമ്മള് അതില്ല, അത് മറ്റേ ഇല്ല, അതല്ല. നമ്മള് കുറച്ച് പരിപാടികൾ നമുക്ക് സന്തോഷത്തോട് കൂടി അതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, സാവധാനം പറഞ്ഞുതരാം. ഇങ്ങനത്തെ കുറച്ച് ഗെയിംസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ കളിച്ച് സന്തോഷത്തോട് കൂടി അയ്യോ അങ്ങനല്ലേ ഞാൻ ശ്രദ്ധിച്ചതല്ലോ. ഗെയിംസ് കളിക്കാൻ താല്പര്യമുണ്ടോ? എനിക്കോ കളിക്കാൻ താല്പര്യമുണ്ടോ? എന്ത് കളി? കളിക്കല് ഗെയിംസ് കളിക്കല്. എന്താ ഉദ്ദേശം? അല്ല നീ അല്ല എന്താ ഉദ്ദേശം? എന്താ ഉദ്ദേശം? അപ്പൊ എന്തായാലും നമ്മൾ തുടങ്ങിയാലോ? നീ ഇങ്ങനെ ശരീരത്തെ തൊടലട്ടോ, ഞാൻ കേസ് കൊടുക്കും. സോറി. അപ്പോ ഇനി കുറച്ച് ക്യാരക്ടർ മാറ്റാൻ പോയാൻ. ഇത്ര നേരം നിന്റെ കൂട്ടുകാരനായിട്ടാ, ഇനി ഷോ മാനേജർ ആണ്. അപ്പൊ ഗൈസ് നമ്മൾ പറഞ്ഞ പരിപാടികൾ നമ്മൾ ആരംഭിക്കാൻ പോവാണ്. ഇന്നത്തെ പരിപാടി എന്താ? എടാ ഇതൊക്കെ എന്തിനാണ് ഇവിടെ കൊണ്ടുപോയിടുന്നത്? ഏഴുമല പൂഞ്ചോല സോങ് സ്പാൻ ചെയ്യുന്നത്. ഏഴുമല പൂഞ്ചോല ഡാൻസ് കളിക്കാൻ നിക്ക്. വേറെന്താണ്? ഹേയ് ചാറ്റ് വാട്ട് ഈസ് യുവർ പ്ലീസ് സ്റ്റോപ്പ് പ്ലീസ് റെസ്പെക്ട് പ്ലീസ് കേരള സ്റ്റോറി മൂവി. എടാ കേരള സ്റ്റോറി മൂവിന്റെ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല കേട്ടാ. ജയ്ശ്രീ അല്ലാഹു അക്ബർ. എന്തിനാണ് എല്ലാരും മതസൗഹാർദ്ദം ഇതാക്കണ്ടിട്ട് പറയുന്നതാണ്? ഓ ഇവിടെ ഇപ്പൊ കേരള സ്റ്റോറിനെ റിയലൈറ്റ് ചെയ്തിട്ടുള്ള ഇതാ ചാറ്റപ്പ് നടന്നുകൊടുക്കുന്നത്. റൊണാ എടാ നിക്ക്. നമുക്ക് എന്തായാലും ഇപ്പൊ കുറച്ച് ഗെയിംസ് തുടങ്ങാം. അപ്പൊ എന്തായാലും നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചത് നമ്മള്. അപ്പൊ പേരെന്തായിരുന്നു? മറന്നുപോയി. പേരെന്തായിരുന്നു? താങ്കളോട് സംസാരിക്കാൻ എനിക്ക് പേരെന്താന്ന് പറഞ്ഞാൽ ഗെയിംസിന്റെ ഇടയ്ക്ക് പേര് വിളിക്കാൻ പറ്റൂ. അങ്ങനെയൊക്കെ ഉണ്ടോ? പറ. സരസു എന്നാണോ? വെട്ടിക്കാരി ശംസു.
എന്റെ പേരെന്താ ശംസു അല്ലേ എന്റെ അടുത്ത് ചുഞ്ചിമെന്നാ പറഞ്ഞേ ഇത് ബേബിന്ന് വിളിക്കുന്നത് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇത് ഒപ്പിക്കേണ്ടി വരില്ല. നമുക്ക് സ്നേഹത്തോടെ വിളിച്ചു അപ്പൊ ഗൈസ് ടുഡേസ് പരിപാടി എന്ന് വെച്ചാൽ നമ്മള് വേണോ ഞാൻ നക്കല് റൊമാൻസ് ഒക്കെ സൈഡിൽ ഗെയിംസ് തുടങ്ങാൻ പോവാണ്. ഞാൻ പറഞ്ഞ ഇനി കൊന്നാലോ ശിവന്മാരി എന്താണ് ഒന്നങ്ങോട്ട് ഒരു ബെഡ് സ്പേസ് തരാം. ഇത് ആക്രാന്തം മൂത്തിട്ട് ഇന്നലെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇന്നെന്താന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പരിപാടികൾ ജാസി അല്ല MRZ സായദ്. എടാ MRZ സായദ് എന്ന് പറയല്ല, ഞാൻ പറഞ്ഞ MRZ ജാസിയാണ്, ഞാൻ സായദല്ല. അപ്പൊ എന്തായിക്കാൻ നമ്മൾ വളരെ ആവേശപൂർവ്വം കാത്തിരുന്ന ഒരു ഗെയിംസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും നമ്മള് നിങ്ങൾ ഇതിന്റെ മുമ്പ് കണ്ടിട്ടുണ്ടാവും, ഷെയ്ക്ക് വന്ന സമയത്ത് നമ്മൾ കുറച്ച് പരിപാടി ഒരു ഗെയിംസ് ഒക്കെ കളിച്ചിന് ഇതിന്റെ മുമ്പ്. അതായത് കാൽമല് ഒരു ഇതെന്താ ബേബി നമ്മുടെ ഫസ്റ്റ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് അല്ലേ ബേബി, നമുക്ക് എന്ത് ചെയ്യാം കടിച്ച് ഇതെന്താ പഴം തീറ്റൊക്കെ ഇതൊക്കെ ഒരു ആചാരം തന്നെ. ഞാൻ പറഞ്ഞില്ലേ വേറെ പഴമാ. സോറി അയ്യോ ഞങ്ങള് പൊതുദമ്പതികളല്ലേ. പഴം പോയാ പോയി എലി തിന്നു പഴം എലി. എടാ എന്താടാ അവരെ ഈ പഴം തിന്നല്ല, ഇത് ഞാൻ ഗെയിംസിന് വെച്ചതാണ്. എന്തൊരിതാണ്. ഞാൻ തിന്നണേ. അയ്യോ എന്തായാലും ദമ്പതികൾ വന്ന സ്ഥിതിക്ക് ഈ റീൽ ചെയ്ത 1 മില്യൺ ഉറപ്പാ ബേബി. ഉറപ്പാണോ? എന്താ പറയുന്നേ? റൊണാൾഡോ എടാ ജസ്റ്റ് ഫണ്ണായിട്ട് എടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ വേറെ ചാറ്റങ്ങൾ പറയണമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഗെയിം നമ്മളില്ലേ നോക്കി. ഹലോ ദമ്പതികൾ, കപ്പിൾസ്, നമ്മൾ ഇന്ന് കുറച്ച് നമുക്ക് സന്തോഷിക്കാം എന്തായാലും. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ 4 പേര് കൂടി നമുക്കൊരു കളി അങ്ങ് കളിക്കാം. അപ്പൊ എന്താ ഇഷ്ടം? എന്താ ഞാനിപ്പോ പറഞ്ഞത്? എനിക്ക് 3 ആളെ കൂടി ചലഞ്ച് കളിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. സോറി ബേബി, ഞാൻ ഉദ്ദേശം വെച്ചില്ല പറഞ്ഞത്. നമുക്ക് എലിമോന്തന്റെ മേലെ കെട്ടി വെച്ചാലോ? ഒഴിവാക്കുന്നല്ല ഞാൻ പറഞ്ഞു. അവർ രണ്ടാളും കൂടി എന്തെങ്കിലും ആയിക്കോട്ടെ. നീ ഒഴിവാക്കി നല്ല പണി ഞാൻ സെറ്റായി തരാം. അവർ സെറ്റായിക്കോട്ടെ. സെറ്റാക്കാം. ഒറ്റ മിനിറ്റ് അതിന്റെ സാധനങ്ങളൊന്നും എടുക്കട്ടെ. ഒന്ന് പിടിച്ച എല്ലാം അങ്ങനല്ലേ. ഇവൻ ഭയങ്കര എൻജോയ്മെന്റ് ആണ്. എങ്ങനെ മാറിക്കടോ. എനിക്ക് തരൂടി, എനിക്ക് തരും. ഒന്ന് പിടിച്ച കപ്പിൾസ് എല്ലാം കൂടി നമ്മള് ഇന്നത്തെ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് കുറച്ച് കോട്ടികൾ നമ്മളിടും. ഇതെന്താ ബേക്കെന്താ കളിക്കുന്നത്? ഇതിപ്പോ നിങ്ങള് കാണുന്നില്ലല്ലോ. ഒരു മിനിറ്റ്, ഇതിന് കുറച്ച് കോട്ടികൾ നമ്മളിടും. ഇത് ഇട്ടിട്ട് നമ്മള് പള്ളമ്മല് കെട്ടി വെക്കും, പീപ്പി കാൽമല് കെട്ടും. എന്നിട്ട് അടിച്ചു കൊല്ലേ രണ്ടും അണിമൂണ്ട് വന്നാണെങ്കിൽ അടിച്ച് പൊളപ്പിക്കണം. പതപ്പിക്കാന്ന് ഞാൻ പറയുന്നത് കേൾക്കുന്നത്. അപ്പൊ എന്തായാലും രാത്രി ഇപ്പൊ പോക്കി തരട്ടെ മക്കളെ, രാത്രി ഇപ്പൊ പോക്കി തരട്ടാ. എന്താ പറയുന്നത്? ഐ ലവ് യു അഷ്ഫാഖ്. അഷ്ഫാഖ് ഐ ലവ് യു പറയുന്ന നീനക്ക് നീല്ലേ കുറച്ച് കൂട്ടിട്ടാ കുറച്ച് ഇവരെ നമുക്ക് എന്തായാലും വന്നത് അടിപൊളിയാക്കണ്ടേ, എൻജോയ്മെന്റ് ആക്കണ്ടേ. ജോളിയാണ്. ഇവനെ കണ്ടോ? ഇപ്പൊ ഇതിനെ കണ്ടോ? ഗെയിം കളിക്കാൻ റെഡിയല്ലേ നാട്ടില് പശുവിനെ കല്യാണം വേറൊരു സംഭവം നടന്നു. അടിച്ച് പൊളിക്കലാട്ടാ. സരസ്വന്റെ അവസാനത്തെ ഗെയിം ആയിരിക്കും. പഴം വീണ സമയത്ത് ഞാൻ സൂപ്പർ പഴം തട്ടുപോയി. അപ്പോ നമ്മൾ ഏതാ? സോറി ബേബി. എന്താ പടക്കം പൊട്ടലൊക്കെ അതുണ്ടാവും. ഇവൻ പശുവിനെ കല്യാണം കഴിക്കണം. ശരിക്കും പക്ഷെ ആ കോമഡി വർക്ക്ഔട്ട് ആയിട്ടില്ല കേട്ടോ. എല്ലാ കോമഡി വർക്ക് ആവുന്നില്ലല്ലേ. നീ വന്നു അത് മൊത്തം ഇഷ്ടല്ലേ? എന്നോട് വെറുതെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കില്ല ബേബി. ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? അതിന് എന്നോട് എന്തിനാ ചൂടുന്നത്? ഞാൻ എന്താക്കി? ഞാൻ ഇവിടെ എന്താ ചെയ്തത്? ഞാൻ ഇവിടെ നിങ്ങളോട് കൂടെ ഒളിച്ചോടാൻ വന്നതല്ലേ? അവൻ നല്ല ജനുവനാണ്, അതുകൊണ്ടല്ലേ ഞാൻ അവന്റെ കൂടെ പോയത്. ഞാൻ പിന്നെ കൂടെ പോകൂല. കാരണം എന്താ? അവനൊക്കെ അങ്ങനത്തെ ആൾക്കാരുടെ ബിഹേവിയറിംഗ് ഇല്ല ബേബി. എനിക്ക് ഇതെന്താണ് കളി? ഇപ്പൊ പറഞ്ഞേ സരസ് ഒന്നിങ് വന്നേ. ഞാൻ വരൂല. വൈഫിനെ ഒന്ന് കൊണ്ടുവന്നേ. വൈഫിനെ ഒന്ന് കൊണ്ടുവന്നേ. അതെന്താ എന്തൊരു കളിയാ? ആ കളി എന്താന്ന് ഇപ്പം ചേട്ടൻ പഠിപ്പിച്ചേരെ. ഒന്നിങ്ങോട്ട് വാ. ഇവൻ മറ്റേ പശുവിനെ കറക്കുമ്പോ പശുവിന്റെ അതിനെ പിടിച്ചാട്ടോ. ഒന്നിങ്ങോട്ട് വാ. ശരിക്കും ഇവൻ അത്ര കാമനാ. പശുവിന്റെ എവിടെയാ പോയത്?
ഇങ്ങോട്ട് ബാ 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 വാ നമ്മളെ വീട്ടിലേക്ക് നമ്മൾ വന്നിട്ട് സന്തോഷത്തോടു കൂടി വാ വരണം 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 വാ 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 ഇല്ല താങ്കളൊന്നും ചെയ്യില്ലല്ലോ. ഇല്ല ഞാൻ ചെയ്യൂല വാ 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 ഓക്കെ ഇതെന്ത് കളിയാ? ഇതൊന്നല്ല, ഇത് താങ്കൾ ഉദ്ദേശിച്ച കളിയല്ല. നമ്മളിത് താങ്കളുടെ ഇവിടെ വെക്കുന്നു. സോറി എനിക്ക് പീരീഡ്സാ. പീരീഡ്സോ? അത് എഡിസാ? അത് ഐഡിസ്. ഓ എഡിസോ? എഡിസ് ഉണ്ടോ? എന്താ ബേബി? ഐ ലവ് യു. ലവ് യു ടു. ഇതെവിടെ വെക്കേണ്ടത്? ഇവിടെ വെച്ചാ മതി. എനിക്ക് വയറുവേദന ഉണ്ട്. ഓൾറെഡി എനിക്ക് ഇവിടെ ഉണ്ട്. ഇതുപോലെ സോറി ഇത് വെക്കണോ? ഇവിടെ വെക്കാൻ പറ്റുമോ? അവിടെ വെക്കണ്ട. ഇത് മതി. എവിടെങ്കിലും ഇത് വെക്കണം. ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ ഇരിക്കട്ടെ. അതെന്താ? ഇത് വെക്കണം. ഇത് ബാക്കിലാണ് കിട്ടുന്നത്. ഒന്നാ കമന്റ് ഒന്ന് ഇതിലാക്കിയേ. ബേബി അതൊക്കെ കൊടൈക്കനാൽ പോയിട്ട് ചെയ്ത പോലെ. ഇതാരാ ഇത് കണ്ണിലാരാ കെട്ടേണ്ടത്? കണ്ണില് നമുക്ക് ആദ്യം തന്നെ ബേബിനെ കെട്ടിയാലോ? അല്ല ബേബി അല്ല ബേബിനെ കെട്ടണ്ടല്ലോ. ബേബി നമ്മളെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്നതല്ലേ? ഓക്കെ ഓക്കെ. സോറി അങ്ങനല്ല അത് അങ്ങനല്ല ഞാൻ ഒട്ടിക്കാം. അങ്ങനല്ല വിടെ. സോറി അത് ഞാൻ ആരായിരുന്നു? ഇങ്ങനെ വെറുതെ പഠിക്കലട്ടോ. അങ്ങനെ പൈസ കൊണ്ടോ? എനിക്കിത് ബേബിനെ വേണ്ട. അതെന്താ? നന്നായി സുഖിക്കുന്നുണ്ടല്ലോ ബേബി. ഇല്ല ഇവര് കെട്ടുന്നതാ. ചേട്ടൻ എനിക്ക് എന്നെ കെട്ടിയതല്ലേ? ഒരു പാട്ടിട്ടിട്ട് നല്ല റൊമാൻസിൽ നമുക്ക് ഗെയിമിന്റെ ഇത് ഇങ്ങ് തുടങ്ങാം. ചേട്ടന്റെ പണം കൊള്ളാട്ടോ. വാ 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 അടുത്തൊരാൾ വാ. ആരാ ഇത് അടിക്കാൻ നിൽക്കുന്ന ആരാ? കണ്ണ് കെട്ടുന്ന ആരാ? ഗൈസ് 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 നിങ്ങൾ പറ. നമ്മളിതില് സരസും പിന്നെ കുഞ്ഞുണ്ണിയാ. നമ്മള് ഓൾറെഡി ഗെയിം എന്ന് വെച്ചാല് ഇത് കെട്ടി ഇത് പള്ളമ്പം കെട്ടി വെക്കും. എടാ അതിന്റെ ഇടയിൽ ഈ പീപ്പ് എടുത്ത് കാൽമ കെട്ടിയ ഒരു തള്ളത്താറാവും കുറച്ച് ചെറിയ താറാവ് കുട്ടികളുണ്ട്. ഈ താറാവ് കുട്ടികൾ നമ്മളിതാ ഇത് കാലിന്റെ അടിയിലും കെട്ടും. വെള്ളം വേണ്ട. അപ്പൊ അത് അനക്കാണ്ട് നിന്നൂടെ? അപ്പൊ ഒരാളെ കണ്ണ് കെട്ടും. ബാക്കി 3 ആൾക്കാര് ഈ സാധനം ഈ പീപ്പിയും കെട്ടണം. ഇത് നടക്കുന്ന സമയത്ത് എന്താക്കും? ഇതിന്റെ ഒച്ച കേട്ടിട്ട് അടിക്കും. അതാണ് നമ്മൾ ഇന്നത്തെ ഗെയിം. ഇവരെന്തായാലും സന്തോഷിപ്പിക്കണ്ടേ? അപ്പൊ നീയാ കെട്ടുന്നേ? അല്ല ഇത് ഞാൻ ഓടുന്നല്ലേ? നീ ഓടുന്നേ? അപ്പൊ അതിക്ക് ഇത് കെട്ടാനായിട്ടില്ല. ഇവര് പറയട്ടെ ആരെ കണ്ണാ കെട്ടണ്ടെന്ന് അറിയാം. അഷ്പാക്ക് എന്നാണ് പറയുന്നത്. അഷ്പാക്ക് എന്നാ പറയുന്നത്. ആരെ കണ്ണാ കെട്ടണ്ടെന്ന് പറ. ആരെ കണ്ണാ കെട്ടേണ്ടത്? അഷ്പാക്ക് നിന്റെ പേരെന്നെ വരുന്നത്. ജാസിസ്. എടാ എന്റെ കെട്ടല്ല. എന്റെ കെട്ടിക്കഴിഞ്ഞാ പിന്നെ മൊത്തത്തിൽ പോയ കാര്യങ്ങള്. ഞാൻ കേട്ടാ അങ്ങനെ നമ്മള് കെട്ടാന്ന് പറഞ്ഞപ്പോ ഇവര് പറയുന്നു. ഇവരാരെയാണോ പറയുന്നത് അവരുതാ കെട്ടുന്നത്. ചേട്ടാ പറ. ഇന്ന് കെട്ടോ? നല്ല പൂരടി. സരസ്വന് ഇപ്പം കെട്ടണ്ട. സരസ്വനായി ഇപ്പം കെട്ടീന്. അതെന്താ പൂരാടി എന്ന് പറഞ്ഞ നിങ്ങള്? അത് അടി കാണുമ്പോ തിരിയൂട്ടാ. അത് അടി ഇപ്പൊ കാണുമ്പോ തിരിയ. അല്ല അഷ്പാക്ക് ജാസി. എന്നാ പിന്നെ നമുക്ക് വോട്ടിടാം. നിക്ക് ജാസി റിയൽ നെയിംസ്. എടാ ഈ പേര് പറ. മമ്മു ഇന്ന് ലൈവിൽ തന്നെ ഇല്ല. മമ്മൂനൊന്നും പറയില്ല. അത് ഒരു തലതെറിച്ചൊരു ചക്കനാ. മനസ്സിലായോ? തൊപ്പീന്റെ കൂടെയൊക്കെയുള്ള അവനല്ലേ? ബേബി ബേബി ഈ എലിമോന്ത നീ കൊറേ നേരമായി. ഇല്ലല്ലോ അവൻ എന്റെ ഫ്രണ്ടാണ്. കാരണം നമ്മള് മുന്നൊരു പരിചയമുണ്ട്. ചേട്ടാ ഒരു ജ്യൂസ് കിട്ടാൻ കുടിക്കാൻ. ബേബി എന്നോട് ഇത്രയാണോ സ്നേഹമുള്ളത്? ഇച്ചിരി വെള്ളം കൊണ്ടെത്ത എനിക്ക്. എന്നെ ഇവിടുന്ന് മാറ്റാനുള്ള ഐഡിയ ആണോ? സത്യമായിട്ടുമില്ല. നീ നോക്കണേ. വെള്ളം കേട്ടോ. ഓ മൈ ഗോഡ്. വെള്ളം വേണ്ടേ? എനിക്ക് എന്ത് വെള്ളം തരുവ ശേഷന്റെ? ഓ മൈ ഗോഡ് എനിക്ക് കൊതിയാവുന്നു വെള്ളം കുടിക്കാൻ. കളി കളിച്ചോ? അയ്യോ സോറി. അതെന്താ ചേട്ടാ മൊത്തം ഇവിടെ ഇങ്ങനെ? ശരിക്കും നമ്മൾ വിളിച്ചേട്ടന്റെ റൂം ഫ്രീ ആണോ? എന്റെ റൂം ഫ്രീ അല്ല. നമുക്ക് പാലാരിവട്ടം പോകാം. അതെന്താ അവിടെ ഇങ്ങനെ? എന്നെ വിശ്വസിച്ച് എന്റെ വീട്ടിലേക്ക് ഒരു ചക്കൻ കേറ്റിക്കൊണ്ട്. അയ്യോ അതല്ല നമ്മള് അതെന്താ ജാസി ഫുൾ ഫാം എന്താ സംഭവം? എന്താ ഇവിടെ നടക്കാൻ പോകുന്നത്? പോളിട്ടുണ്ട്. എടാ ഇത് വോട്ട് ചെയ്താ
ആരാ ചെയ്യണ്ട, ആരാണ് ആരെ കണ്ണ് കെട്ടണം. ഫിലിപ്പിന് ആഡ് ചെയ്യണം. ഫിലിപ്പ് ഈ ഒരു പുതുമാരനായിട്ട് വീട്ടിലേക്ക് വന്നതാ. ഒരു കാര്യം പറ്റേ ഫിലിപ്പ് കണ്ണ് കിട്ടിയാൽ അണക്കും നോക്കും. എടാ ഇത് 2-3 പ്രാവശ്യം ഇത് ആള് മാറുന്നുണ്ട്.